ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പം ഞാൻ വന്നിട്ടുള്ളത് സുൽത്താൻ ഗാർഡനിൽ ഉള്ള ഒരു വിസിറ്റ്. കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെയൊക്കെ സൗദി അറേബ്യ ജിദ്ദ അവിടെ ഭയങ്കര ചൂടാണ്. ഒരു ജൂലൈ ഓഗസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സമ്മർ ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുള്ള സമയമാണ്. എത്രത്തോളം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഇട്ടിരുന്നാൽ പോലും ആ വെതർ കണ്ടീഷൻ അത് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കൂൾ ആംബിയൻസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ വീടൊക്കെ കുറച്ചും കൂടി ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് വൈബ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കൂൾ എഫക്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒരു ബാർട്ടർ സിസ്റ്റമായിരുന്നു. എനിക്കില്ലാത്തതൊക്കെ അങ്ങോട്ട് കൊടുക്കുക, അവിടെ അവർക്കില്ലാത്തതൊക്കെ പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ അവരുടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കും. അങ്ങനെ ചെടികൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പൈസക്കൊന്നും അല്ലാതെ. പക്ഷേ ഇന്ന് ഇതൊരു 20 years ബാക്ക് അല്ലെങ്കിൽ 15 years ബാക്ക് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ തൊടിയിൽ കാണുന്ന വെറുതെ മുളച്ച് പൊന്തുന്ന ചെടികളൊക്കെ പണ്ട് മുളച്ചിരുന്ന, ഇപ്പോൾ അതിന് മാത്രമുള്ള പിന്നെ ബാക്ക് യാർഡൊന്നും ഇല്ല ആർക്കും. അങ്ങനെ വെറുതെ ചെടികൾ വെറുതെ ഇങ്ങനെ ഉണ്ടാവാനുള്ള സ്ഥലങ്ങളൊന്നും ആർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ഈ ചേമ്പ് വർഗ്ഗത്തിലൊക്കെ പെട്ടിട്ടുള്ള ചെടികൾ, അങ്ങനെ ഒരുപാട് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ചെടികളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് നഴ്സറീസിൽ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എത്രത്തോളം നമ്മൾ നേച്ചറിനോട് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ലേ? നമ്മളിപ്പോൾ ആ ഒരു കൂൾ ആംബിയൻസും ആ ഒരു ഗുഡ് വൈബും ഒക്കെ നമുക്ക് ചുറ്റും, നമ്മളെ വീടിന് ചുറ്റും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിൽ പോലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവാൻ അത് ചെയ്തല്ലേ പറ്റൂല്ലേ? അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് എന്തായാലും അവരത് ചെയ്യും. പിന്നെ അപ്പോൾ ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. പിന്നെ കുറേയൊക്കെ നാട്ടിൽ പോകുമ്പോൾ വെക്കേഷൻ ടൈമിൽ ഇവിടെ ഇട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇട്ട് പോകുമ്പോൾ അത് ചീത്തയാവും. ചിലപ്പം കുറച്ചൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്രാവശ്യം ഇതേപോലെ സുൽത്താൻ ഗാർഡനിൽ വന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലേ, ഒരുപാട് പോട്ട്സും ചെടികളും ഓർക്കിഡ്സും ആന്തൂറിയം എല്ലാം ഉണ്ട്. ആന്തൂറിയത്തിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി, പക്ഷേ ഞാനും വാങ്ങിച്ചു കേട്ടോ ഒന്ന്. പിന്നെ കുറച്ച് മണി പ്ലാന്റ്, പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റി, പിന്നെ ജീഡ് പ്ലാന്റ്, സ്പൈഡർ പ്ലാന്റ്, പിന്നെ എന്തൊക്കെ വാങ്ങിച്ചുവല്ലോ. ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ പലതരം വെറൈറ്റീസും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതാ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ചെടികൾക്ക് എത്രത്തോളം നമ്മളെ മനസ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് കാമാക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് ഫീല് തരാൻ ചെടികൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ ചെടികളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഇത് വെച്ചിട്ടുണ്ടാവും. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മളുടെ ഒരു ഫോക്കസും അതുപോലെ നമ്മളുടെ ഒരു പിന്നെ നമ്മളെ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വരെ ചെടികൾ നമ്മളെ സഹായിക്കും. അപ്പോൾ വീട്ടിൽ നിങ്ങളുടെ ഡെസ്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ മുകളിലോ ഒരു ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സിറ്റുവേഷനില്ല, ഡിസ്റ്റർബ്ഡ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ നാച്ചുറലി ആ ചെടിയും അങ്ങനെ ഉണങ്ങിപ്പോവും. പക്ഷെ നല്ല മെൻ്റലി നല്ല അലേർട്ടായി ഭയങ്കര ഫ്രഷായിരിക്കുന്ന നല്ല ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ആ ചെടികളൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യും, നല്ല രീതിയിൽ അതിനൊക്കെ വളരാനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ചെടികൾ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മളും അതിൻ്റെ കൂടെ വളരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് നമുക്ക് ഡേ ബൈ ഡേ അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇലകളും പൂക്കളും ഒക്കെ വരുന്നത് പോലെ തന്നെ നമ്മളും അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ നമ്മൾ നല്ല ഹെൽത്തി മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ജീവിതം കാണുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളും വൺസ് ബ്ലൂംഡായി വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. അപ്പോൾ നിങ്ങളും ചെടികളൊക്കെ വാങ്ങിക്കുക, വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ലിവിങ് റൂമാണത്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ പ്ലാന്റ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിലാരൊക്കെയോ ചോദിച്ചിരുന്നു ഇപ്പം നിങ്ങൾ പെയിൻറ്റിങ്സൊക്കെ കാണിക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ്, ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വരച്ചിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ചെടികളൊക്കെ വെച്ചിട്ട് ഒന്ന് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നോക്കുക. അത് നല്ലൊരു നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.